friends, I am Ramya Harishankar. If you channel subscribe the bell icon and click the video load notification. So, I have a video. I use a planner, journals. So, planner is നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തു വെക്കും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസിയാണ് ഒരു പ്ലാനറിൽ എഴുതി വെക്കുകയാണെങ്കിൽ. അതിപ്പോൾ ഞാൻ വാങ്ങിയ പ്ലാനർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. മാർക്കറ്റിൽ ഒരുപാട് പ്ലാനേഴ്സ് അവൈലബിൾ ആണ്. അതിനെ പറ്റിയിട്ട് നമുക്ക് വേറൊരു എപ്പിസോഡിൽ സംസാരിക്കാം. അതും നമ്മൾ പൈസ കൊടുത്തിട്ട് പ്ലാനർ തന്നെ വാങ്ങണമെന്നില്ല. സാധാരണ ഒരു നോട്ട്ബുക്ക് മതി. ഈ നോട്ട്ബുക്കിൽ നമുക്ക് എല്ലാം എഴുതി വെക്കാം. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമുക്ക് എഴുതി വെക്കാം. അല്ലെങ്കിൽ നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് തലേദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ജോലി പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കഷ്ണം മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക, അയ്യോ തുണി നനച്ചിട്ടില്ലല്ലോ കണ്ട്. നമ്മൾ വീട്ടമ്മയുടെ കാര്യം പറയാം കേട്ടോ. സാധാരണ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ പെട്ടെന്ന് അതൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മൾ തുണി നനച്ചിടാൻ പോകും, അല്ലെങ്കിൽ മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആണ്, നമ്മൾ വിഷയം മറന്നുപോയി. അപ്പോൾ നേരത്തെ ഓൾറെഡി അതൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഡെയിലി അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ അറിയാൻ പറ്റും ഇന്നാളുടെ പിറന്നാളാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമുക്ക് രാവിലെ തന്നെ അയാളെ വിഷ് ചെയ്യാം. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 8 മണിക്ക് ക്ലാസ് ഉണ്ട്, 8 to 9 ട്യൂഷനുണ്ട്. മാത്സ് ട്യൂഷനാണ് എങ്കിൽ നമുക്ക് നേരത്തെ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ എണീറ്റ് ഉടനെ നോക്കുകയാണ്, 8 മണിക്ക് ഇന്ന് ട്യൂഷനുണ്ട്, പോയി നെറ്റിൻ്റെ ഉമ്മർത്തിരിക്കണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ പോകണം എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ ഉള്ളൂ, നമ്മളെല്ലാം മനസ്സിൽ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചില സമയത്തെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. സോ അതെല്ലാം നമ്മളൊരു ബുക്കിലോ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ പ്ലാനറിലോ ഏതിലെങ്കിലും ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലാനേഴ്സ് തന്നെ പല ടൈപ്പ് ഓഫ് പ്ലാനേഴ്സ് ഉണ്ട്. ഇപ്പം ട്രഡീഷണൽ പ്ലാനർ ഒന്ന് പറയുകയാണെങ്കിൽ, ട്രഡീഷണൽ പ്ലാനറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറി ഡേ ആക്ടിവിറ്റീസ് നമ്മൾ ടൈം ടു ടൈം നമ്മൾ എഴുതി വെക്കുകയാണ്. രാവിലെ 6 മണിക്ക് എണീറ്റു, 6 മണി തൊട്ട് 7 മണി വരെ ഇന്ന കാര്യം ചെയ്തു, 7 മണി തൊട്ട് 8 മണി വരെ നമ്മൾ എക്സസൈസ് ചെയ്തു, 8 മണി തൊട്ട് 10 മണിക്കുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, 10 മണി തൊട്ട് 11 മണി വരെ നമ്മൾ തുണി നനച്ചിടണം, 12 മണി തൊട്ട് 1 മണി വരെ നമ്മൾ ലഞ്ച് ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേജിൽ ഒരു A4 ഷീറ്റ് ആയാലും മതി, അതിലിങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് ഒന്ന് ടിക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സമാധാനവും ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് നമ്മൾ 10 മണിക്ക് കിടക്കാൻ പോകുമ്പോൾ ആ പേപ്പർ എടുത്ത് ചുരുട്ടിക്കളഞ്ഞ് നമുക്ക് ഇരിക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രൊഡക്റ്റീവ്, ഒരുപാട് സമയം നമുക്ക് വേസ്റ്റായി പോവില്ല, നമുക്ക് കറക്റ്റായിട്ട് അത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒന്നും മറന്നും പോകില്ല, ഒരു ജോലിയും നമ്മൾ വിട്ടുപോകില്ല. അയ്യോ നമ്മളത് കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ, അയ്യോ ഞാനത് വെള്ളത്തിൽ മാവരയ്ക്കണം, അരി ഉഴുതും വെള്ളത്തിലിടാൻ മറന്നുപോയി എന്ന് നമ്മൾ കടന്ന ശേഷമായിരിക്കും ചിലപ്പോൾ ഒക്കെ ചിന്തിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ വിട്ടുപോകും. ഒരു പ്ലാനറിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു പ്ലാനറിൽ നമ്മൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ഒന്നല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഉടനെ നോക്കുക, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പ്ലാനർ ഒന്നല്ലെങ്കിൽ പ്ലാനർ പല ടൈപ്പിൽ എഴുതാം കേട്ടോ. നമുക്ക് ചിലവർ ബിസിനസ്മാനൊക്കെ ആണെങ്കിൽ 1 വർഷം മുമ്പുള്ള കാര്യങ്ങൾ തന്നെ, 1 വർഷത്തിന് ഫ്യൂച്ചർ, 1 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് അതിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു യൂട്യൂബറാണ്, ഞാനിപ്പോഴും ഇപ്പോൾ ജനുവരി ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ ഞാൻ ഫെബ്രുവരിക്കുള്ളത് പ്ലാൻ ചെയ്ത് വയ്ക്കും. ഇപ്പോൾ ജാനുവരി ഞാൻ കഴിഞ്ഞ വർഷം അവസാനം ഡിസംബർ 27, 28 ഒക്കെ ആയപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ വീഡിയോസൊക്കെ വരുന്നത്. ഇന്ന് ഈ വീഡിയോ ഇടണം എന്നുള്ളതുകൊണ്ട്, നേരത്തെ അറിയുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ അത് ഷൂട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇല്ലെങ്കിൽ അതിനുള്ള സമയം ഞാൻ കണ്ടെത്തും. ഇന്ന് പ്ലാനർ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അതിനുള്ള സമയം കണ്ടുപിടിക്കും. എന്നിട്ട് ബാക്കിയുള്ള ജോലികളൊക്കെ എനിക്ക് വേഗം തീർക്കാൻ പറ്റും. അങ്ങനെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു വീഡിയോ, ചെറിയൊരു ഐഡിയ. നമുക്ക് ഇനി വേറൊരു ദിവസം ഇതേപോലെ ഇനി പ്രൊഡക്റ്റീവായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. സോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.